ആ കുഴപ്പമില്ല, ഭയങ്കര ഓവറായി പോയി. അതെ, അല്ല ഫാമിലി ആയിട്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും വന്ന് കാണാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങൾക്കും അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരുപാട്. ഫുള്ള് ആക്ഷനേ ഉള്ളൂ അതില്. ഭയങ്കര ഓവറായി പോയി. വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ അങ്ങനെയല്ല, അപ്പുറത്തായി. അതെ, പടങ്ങളും പക്ഷെ ഒരു ഓവർ വയലന്റ് മൂവി എന്നേ പറയാൻ പറ്റും. ഫാമിലി ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വയലന്റ്. ആക്ഷൻ കൊള്ളാം, ആക്ഷൻ റേറ്റിംഗ് നല്ലതാണ്. ഓവറോൾ കൊള്ളാണ്, ഓവറോൾ ബെറ്റർ. എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല, കിഡ്സിന് തീരാൻ പറ്റില്ല. അതെ, ഓവർ വയലൻസ് ആണ്. സ്റ്റോറി ലൈനോട്ട് നോക്കുമ്പോഴത്തേക്ക് വയലൻസ് ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളതാണ് ഒരു അവസാനം. ഇത് എന്താ പറയുന്നത്, ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇത്. ആ ഒരു വരുമ്പോഴൊരു നെഗറ്റീവ് ഒരു ഫീലിംഗ് ഉണ്ട്. ഓവറോൾ വയലൻസിന്റെ കാര്യത്തിലല്ല, ഇതാണ് പടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വയലൻസ് കട്ട വയലൻസ്, സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ, സൂപ്പർ സിനിമയാണ്, അടിപൊളി. സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കണം, മസ്റ്റ്. ഫുൾ ഇടിയാണ്, വയലൻസ് കട്ട വയലൻസ് ആണ്. ഇതില് ഓരോ സിനിമയ്ക്ക് ഓരോ ജോണസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് മൂവിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു മെന്റാലിറ്റിയിൽ അങ്ങനെ കണ്ടുവന്ന് ഇഷ്ടപ്പെടും. ലേഡീസ് കാണില്ല, ഉറപ്പാണ്. നമുക്കൊരു ഇന്റർവ്യൂ വരെ നമുക്ക് കാണാം, അതിന് ശേഷം കാണാൻ പറ്റില്ല. വളരെ ഒരു ഇതാണ്, ഡാർക്ക് തന്നെയാണ്, ഭയങ്കര പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു KGF ഒന്നും പറയാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ നോക്കണ്ട, ഇതൊരു ഗ്യാങ് വാർ പോലെ റിവെഞ്ച് ആണ്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൂട്ടലായിട്ടുണ്ട്, ഭയങ്കര രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ലേഡീസ് കാണില്ല, ഉറപ്പാണ്. ഹനീഫ് അതിന് മറുപടി കൊടുത്തു, ചോര ഉണ്ടാ മറുപടി കൊടുത്ത്. ചോരക്കളി വയലൻസിന് അങ്ങേയറ്റം. ഇനി ഒന്നും പറയല്ല, എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഒരു ചോരക്കളി കണ്ടിട്ടില്ല. ഉറപ്പായിട്ടും ഒരു KGF എടുത്ത് വെച്ചേക്കുന്നത്. അയ്യോ, അങ്ങനെ ഒന്നുമല്ല, ടിപ്പിക്കൽ പടമേ അല്ല, വേറൊരു വൈബ് പടം. പിന്നെ ഉണ്ണിമോഹനാണ് ചെയ്തതെന്നൊന്നും പറയത്തോലുമില്ല, അത്രയ്ക്ക് സെറ്റായിട്ടാണ് ഉണ്ണിമോഹൻ അഭിനയിച്ച് വെച്ചത്. നമുക്ക് ദഹിക്കൂല, പക്ഷെ എന്നിരുന്നാലും കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു ബ്രോ, പടം കൊള്ളാം. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിഷ് മൂവിയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ജോണർ. അപ്പൊ ആ ജോണറിൽ പടം വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് വേറെ ഒരു കോമഡിയോ അല്ല, അതൊന്നും. ഈ പടത്തിന്റെ ബേസിക് ആക്ഷൻ ആൻഡ് സ്റ്റൈലിഷ് ആ ഒരു ജോണറിൽ പടം കണ്ട ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു. പക്ക വയലൻസ് ആണെന്ന് വെച്ചാൽ ബ്രൂട്ടലാണ് ആക്ച്വലി. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടലാണ്. അപ്പൊ അത് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഡിയൻസിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം ഒരു സാധാരണ ഒരാൾക്ക് ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഇത് ഏറ്റവും വലിയ, ഞാൻ ഇതൊട്ട് ആർക്കും പറഞ്ഞില്ല, മലയാള സിനിമയിൽ ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള വിഷ്വൽസ് ഒരു സിനിമയിലും ഇല്ല. കൊറിയൻ സിനിമയിലൊക്കെ ഉള്ള പോലത്തുള്ള വിഷ്വൽസ് ആണ് സെക്കൻഡ് ഹാഫിൽ. ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള സാധനം മലയാള സിനിമയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ബ്രൂട്ടലാണ്. അപ്പൊ അത് കൊച്ചു കുട്ടികൾ കാണാതിരിക്കുക, ഒരു 18+ ഉള്ള ആൾക്കാർ വന്ന് കാണുക. ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂവിയാണ്, ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാം. കുറച്ച് സ്ലോ ആയിരുന്നു, ചെന്ന് പ്രതീക്ഷിച്ച വയലൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് പടം ഒരു പോക്കങ്ങ് സെറ്റിയിലാണ്. വയലൻസ് ബ്രൂട്ടൽ വയലൻസ്. ആക്ച്വലി കില്ലിനെ കാട്ടും മേലെ സെക്കൻഡ് ഹാഫിൽ നിന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം മേക്കിംഗ് വൈസ് ആയാലും സ്റ്റോറി പ്രതീക്ഷയില്ല നമ്മൾ ഈ പടത്തിന് പോയത്. എല്ലാരും മേക്കിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ഒരു കേറ്റം. സെക്കൻഡ് ഹാഫ് ആണ് ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫ് ഓക്കെ. സെക്കൻഡ് ഹാഫ് വയലൻസ് ഭയങ്കര വയലൻസ് ആയിരുന്നു. ഒരു വയലൻസ് ഇതുവരെ കണ്ടിട്ടില്ല. വയലൻസ് സെക്കൻഡ് ഹാഫ് ഒക്കെ പീക്കാണ്. കണ്ട് വാ തുറന്നിരിക്കും എല്ലാവരും. മസ്റ്റ് വാച്ച് പടം അല്ല, അത്ര വയലൻസ് ഒന്നും അത്ര വയലൻസാ. കുറച്ച് ക്രിസ്മസ് കൊണ്ടുവന്ന കൊണ്ടുപോയി. പടം വേറെ ലെവലാണ്. വയലൻസിന്റെ അങ്ങേ അറ്റവും. നിങ്ങൾ എക്സ്ട്രീം വയലൻസ് മാത്രമല്ല, മലയാളത്തിൽ ഇതേപോലത്തെ ഒരു പടം കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. കില്ലും അനിമലിന്റെ എന്നൊക്കെ അതിന്റെയൊക്കെ അപ്പുറം പടം മസ്റ്റ് വാച്ചാണ്. സൂപ്പർ വിഷയം. ഫാമിലി പടമല്ല.
പിന്നെ സെക്കൻഡ് ഹാഫ് മാത്രം അത് കില്ലിന് മുകളിൽ കൊള്ളാം ബ്രോ കൊള്ളാം അടിപൊളി അടിപൊളി കണ്ടു ഹിന്ദിയിലെ അനിമലാണെങ്കിൽ നമുക്ക് മാർക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് എഴുത്തില്ല സിറ്റുവേഷൻ ഡെവലപ്മെന്റ് അതൊക്കെ സെക്കൻഡ് ഹാഫ് കിടന്ന് കത്തി കയറി വയലൻസ് സെറ്റ് വയലൻസ് ആയിരുന്നു നല്ല രസമുണ്ട് നമുക്ക് ഒരുമാതിരി ഡിസ്റ്റർബിങ് അമ്മാതിരി നല്ല വയലൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പടം ഒരു രക്ഷയല്ല. ഉണ്ണിമൂന്നന്റെ കരിയറിലെ ബെസ്റ്റ് പടമാണ്. നല്ല കിടിലം വയലൻസ് ആണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വയലൻസ് ആരും കണ്ടിട്ടില്ല. അടിപൊളിയാണ്.